ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു പ്രസ്താവനയാണ്. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. അതെന്തൊരു പ്രസ്താവനയാണ് എന്നുള്ളത് നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. അപ്പോൾ നുണ പറയുന്ന ശീലം അതെത്ര വികൃതമാണ് ഒരു ക്രിസ്ത്യാനിക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം എനിക്കറിയാം. 2 മേഖലയിൽ ഞാൻ മാറ്റം വരുത്തിയാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ. ഒന്ന്, എൻ്റെ നുണ പറയുന്ന ശീലം. 2, എൻ്റെ തെറി പറയുന്ന അശ്ലീലം പറയുന്ന ആ ഒരു ശീലം. ഈ 2 മേഖലയിൽ മാറ്റം വരാതെ ഞാൻ രക്ഷപ്പെടത്തില്ല. അവൻ തന്നെ ഏറ്റു പറഞ്ഞൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായാൽ അത് വെച്ച് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് എളുപ്പമാണ്. വേറൊരു സംഭവം, ഒരു സ്ത്രീ അവർ വളരെ നൊമ്പരപ്പെട്ട് പറഞ്ഞൊരു കാര്യം. അവരുടെ അമ്മായിയമ്മ എന്തോ ഒരു സാധനം വീട്ടിലെ കാണാതെ പോയപ്പോൾ അമ്മായിയമ്മ അവർ പറഞ്ഞൊരു കാര്യം, ഈ സാധനം എടുക്കാൻ ചാൻസ് 2 പേരേ ഉള്ളൂ എടുക്കാൻ ചാൻസ് ഉള്ളൂ. ഒന്ന്, വേലക്കാരി, അവൾ അതെടുത്തിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പറയാതെ ഇവർ പറഞ്ഞത് മരുമകളാണ് അതെടുത്തത്. അങ്ങനെ നേരെ പറഞ്ഞില്ലെങ്കിലും 2 പേരേ ഉള്ളൂ അതെടുക്കാൻ സാധ്യത. അതിലൊരാളുടെ 100% ഉറപ്പാണ് അവൾ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആൻസർ എന്താ? ഇതെടുത്തത് ആരാണ്? അങ്ങനെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടത്, ഇവളെ ഒരു കള്ളിയാക്കിയത് അത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രസ്താവന അതെവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-25 വചനങ്ങൾ. പ്രഭാഷകൻ 20-ാം അധ്യായം 24-25 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നുണ വികൃതമായ കറയാണ്. നുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വികൃതമായ കറ. നുണ വികൃതമായ കറയാണ്. അത് അജ്ഞൻ്റെ അധരത്തിൽ എപ്പോഴും ഉണ്ടാവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വിവരമില്ലാത്തവരെ നുണ പറയത്തുള്ളൂ. അറിവുള്ളവർ, ദൈവത്തെ അറിഞ്ഞവർ, ജ്ഞാനം സമ്പാദിച്ചവർ നുണ പറയില്ലെന്ന്. അജ്ഞൻ്റെ അധരത്തിൽ അതെപ്പോഴും ഉണ്ടാവും. എന്നിട്ട് പറയാണ്, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, ഇരുവരുടെയും അന്ത്യം നാശം തന്നെ. 2നും വരുന്ന ശിക്ഷ നാശമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. ആ ഒരു പ്രസ്താവനയിലൂടെ ഈ ഒരു പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പ്രഭാഷകൻ 20-ാം അധ്യായം 26-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തും. അപകീർത്തി, നമുക്ക് വേണ്ടത് സൽകീർത്തിയാണ്. അതിന് പകരം അപകീർത്തി ഉണ്ടാകും നുണ പറയുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ചില ഈ നാവ് കൊണ്ട് വരുത്തുന്ന ചില പാപങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനം പറയുകയാണ്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. ആത്മാവ് നശിച്ചിട്ട് എന്ത് സൗന്ദര്യമുള്ള ശരീരം, എത്ര ആരോഗ്യമുള്ള ശരീരം നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമുക്ക് തരുന്ന സന്ദേശമാണ്. സുഭാഷിതങ്ങൾ 19-ന്റെ 5-ാമത്തെ വചനം കൂടി എടുക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, കള്ളം പറയുന്നവൻ രക്ഷപ്പെടില്ല. അവർ സ്വദേശത്താണേലും വിദേശത്ത് പോയെന്ന് പറഞ്ഞാലും രക്ഷപ്പെടണമെന്നില്ല. ഒരു സമ്പത്തുണ്ടാക്കിയാലും പേരും പ്രശസ്തി ഉണ്ടാക്കിയാലും രക്ഷപ്പെടണമെന്നില്ല എന്നുള്ളത് വചനം പറയുകയാണ്. സുഭാഷിതങ്ങൾ 19-ന്റെ 5. സുഭാഷിതങ്ങൾ 21-ന്റെ 6-ാമത്തെ വചനം കൂടി എടുത്താലോ, കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. നോക്കിയ എന്തുമാത്രം അപകടമാണ് അത് ക്ഷണിച്ചു വരുത്തുന്നത് എന്ന്. കള്ളം പറയുന്ന നാവ് അതുമൂലം സംഭവിക്കാവുന്ന കാര്യം. പുറപ്പാട് പുസ്തകം 23-ന്റെ 1-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. നമ്മളിന്ന് കേൾക്കുന്ന പലതും, ഈ മീഡിയ വഴി നമുക്ക് കിട്ടുന്ന പലതും സത്യവാർത്തയാണോ വ്യാജവാർത്തയാണോ? ചിലത് നമ്മൾ കേട്ട് പ്രചരിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത് അതൊരു വ്യാജവാർത്തയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മെ രക്ഷിക്കുന്നത് സത്യമാണ്, വ്യാജമല്ല. വ്യാജത്തിന് നമ്മെ രക്ഷിക്കാൻ പറ്റത്തില്ല, സത്യമാണ് നമ്മെ രക്ഷിക്കുക. യോഹന്നാൻ 8:32 വചനം എടുക്കുമ്പോൾ, സത്യം നിങ്ങൾ അറിയുകയും
ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എപ്പോഴാണ്? ദൈവവചനം കേൾക്കുമ്പോൾ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കേട്ട് നമ്മൾ പോയാൽ പോരാ. വചനം കേൾക്കുമ്പോൾ സത്യം അറിയാൻ പറ്റും. ആ സത്യം നമ്മെ രക്ഷിക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് പ്രഭാഷകൻ 4:28 നമ്മുടെ ചങ്കിൽ എഴുതിയിടേണ്ട ഒരു വചനമാണ്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും, നിനക്ക് വേണ്ടി പൊരുതും, നിനക്ക് രക്ഷയുണ്ടാവും. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ 14:6 എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, രക്ഷകൻ യേശുവാണ്. ആ യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, വഴിയും സത്യവും ജീവനും യേശുവാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യേശുവിനെ അറിയണം, യേശുവിനെ സ്വന്തമാക്കണം, അവൻ്റെ സ്വന്തമാകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ നാം പഠിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ 8:44 വചനം എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, സാത്താൻ നുണയനും നുണ പറയുന്നവരുടെ പിതാവുമാണ്. ഒരു കാരണവശാലും ആ ഒരു ശീലം നമുക്കുണ്ടാകരുത് എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. നമുക്കിനിയും നുണ പറയുന്ന ശീലം അതുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ. ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഭയങ്കര മുൻകോപിയായിരുന്നു. അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത് ദ മോസ്റ്റ് ജെന്റിൽമാൻ സെയിൻറ്റ്, ഏറ്റവും സൗമ്യനായ വിശുദ്ധൻ. ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആ ഒരു ദുർഗുണത്തിൻ്റെ വിപരീത പുണ്യം പരിശീലിച്ചു. ബോധപൂർവം അദ്ദേഹം ആ പുണ്യം പരിശീലിച്ചു. അങ്ങനെയാണ് ഏറ്റവും സൗമ്യനായ വിശുദ്ധനായിട്ട് പിന്നീട് അദ്ദേഹം മാറിയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. ഒന്ന്, പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ നുണ പറയുന്ന ശീലമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ സത്യം വിടില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. രണ്ടാമത്തേതാണ്, അധരവിശുദ്ധി ഉണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സെഫാനിയ 3:9 അവിടെ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷകരെ ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഞാൻ അവരുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നുണ പറയാൻ പറ്റില്ല. അവസാനമായിട്ട് കാണാൻ പറ്റുക, ഇങ്ങനെയുള്ള ദുശീലങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണ് ദൈവസ്തുതി. നമ്മുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തയ്യാറാകണം. പ്രഭാഷകൻ 51:22 വചനം എടുത്താൽ, കർത്താവ് എനിക്കൊരു നാവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ഇതുപോലുള്ള പാപപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറും. നമുക്കിന്ന് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യാജം സമ്പൂജ്യമായി കാണുന്ന വ്യക്തികളുണ്ട്. നുണ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.